ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ബീൻസ് സ്റ്റിർ ഫ്രൈ ആണ്. സാധാരണ നമ്മൾ ബീൻസ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് തോരൻ വെക്കുക അല്ലെങ്കിൽ മെഴുക്കുരട്ടി വെക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിയേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ബീൻസിൻ്റെ കടയും തലയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞു ബീൻസ് ആയതുകൊണ്ട് തന്നെ പിന്നെ കട്ടൊന്നും ചെയ്തിട്ടില്ല. അതിന് വലിയ ബീൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഈ റെസിപ്പി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുൾ വാച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർക്കുക, എന്നാലാണ് ബീൻസിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ച് വേവിക്കണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ദാ ബീൻസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കോരി മാറ്റാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് ഫ്രൈ ആക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലേക്ക് ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല പൊടിയായിട്ട് അരിയാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടേക്ക് ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. സോയാ സോസാണ്. ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ്, അത് നമ്മുടെ മുളകൊന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് മേടിക്കാനും കിട്ടും, അത് ആഡ് ചെയ്താലും മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ സോയാ സോസിൽ കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഉപ്പ് പാകമായതുകൊണ്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല. എന്നിട്ട് ഇത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ബീൻസ് അരിഞ്ഞ് സമയമൊന്നും കളയേണ്ട. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ.